ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് YT. SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും വിളിക്കുന്ന MTS അതുപോലെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിരവധി ഒഴിവുകളുമായാണ് 2022 ഈ MTS ഹവിൽദാർ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുക, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, അതുപോലെ ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ്, പിന്നെ ഈ എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് സിലബസ് തുടങ്ങി ഈ SSC MTS എക്സാമിനേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. SSC നോൺ ടെക്നിക്കൽ പോസ്റ്റായ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കും അതുപോലെ CBIC, CBN എന്നിവയിലേക്കുള്ള ഹവിൽദാർ പോസ്റ്റിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എന്നു മുതൽ നമുക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുകയാണെങ്കിൽ 22/3/2022 മുതൽ ഇതിലോട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2022 അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഇതിലോട്ടുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2022. അതുപോലെ തന്നെ നമ്മൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് പേയ്മെൻ്റ് ഉണ്ട്. ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന ഡേറ്റായി വരുന്നത് 2/5/2022. അതുപോലെ ഈ MTS എക്സാമിനേഷനുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ജൂലൈ 2022 നടക്കുമെന്നാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. എന്നാൽ ഈ ഡേറ്റ് മാറാനും ചാൻസ് ഉണ്ട്. ഇനി ഈ റിക്രൂട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പോസ്റ്റുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വിവിധ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓഫീസസ്, ട്രൈബ്യൂണൽസ് എന്നിവയിലേക്കുള്ള നോൺ ടെക്നിക്കൽ പോസ്റ്റായ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന പോസ്റ്റിലോട്ടായിരിക്കും നിങ്ങൾക്ക് ഈ SSC MTS എക്സാമിനേഷൻ വഴി ലഭിക്കുക. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു പോസ്റ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിന് കീഴിൽ വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലുമുള്ള ഹവിൽദാർ എന്ന പോസ്റ്റ്. ഇനി അടുത്തത് ഈ പോസ്റ്റുകളിലേക്കുള്ള വാക്കൻസീസ് ഡീറ്റെയിൽസ് നോക്കാം. നിലവിൽ MTS പോസ്റ്റിലേക്ക് എത്ര ഒഴിവുകൾ ഉണ്ടാകുമെന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല, അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്നാൽ ഹവിൽദാർ പോസ്റ്റിലേക്ക് 3603 വേക്കൻസീസാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഈ പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം. ആദ്യം തന്നെ നാഷണാലിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഈ പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/1/2022 അടിസ്ഥാനത്തിലാണ്. ആദ്യം MTS പോസ്റ്റിലോട്ടും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിന് കീഴിൽ വരുന്ന CBNലേക്കുള്ള ഹവിൽദാർ പോസ്റ്റിലേക്കുമുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 18 to 25 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. അതായത് 2/1/1997 1/1/2004 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ MTS പോസ്റ്റിലോട്ടും അതുപോലെ CBNലേക്കുള്ള ഹവിൽദാർ പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ കഴിയുക. അടുത്തത് ചില MTS പോസ്റ്റുകളിലോട്ടും അതുപോലെ CBICയിലേക്കുള്ള ഹവിൽദാർ പോസ്റ്റിലോട്ടും ആവശ്യമായ ഏജ് ലിമിറ്റ് നോക്കാം. ഇവിടെ 18 to 27 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് 2/1/1995 1/1/2004 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ CBICയിലേക്കുള്ള ഹവിൽദാർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുക. മറ്റു ഗവൺമെൻറ് എക്സാമിനേഷനുകളിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെയും അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. SC/ST കാറ്റഗറീസിന് 5 വർഷവും OBC കാറ്റഗറീസിന് 3 വർഷവും PWD കാറ്റഗറീസിന് 10 വർഷവും എന്നിങ്ങനെയാണ് അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ നൽകുന്നത്. മറ്റു കാറ്റഗറീസിനുള്ള ഏജ് റിലാക്സേഷൻ എന്തൊക്കെയാണെന്നും വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇവിടെ ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്നത് 30/4/2022 അടിസ്ഥാനത്തിലാണ്. ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് SSLC പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഈ SSC MTS പോസ്റ്റിലോട്ടും ഹവിൽദാർ പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് എങ്ങനെ നമുക്ക് ഈ പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഓൺലൈനായാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.nic.in എന്ന വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നൽകാവുന്നതാണ്.
നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ അറിയാത്തവർക്കായി എങ്ങനെ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അപ്ലിക്കേഷൻ ഫീസ് നോക്കാം. നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ അപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് 100 രൂപയാണ്. എന്നാൽ വുമൺ കാൻഡിഡേറ്റ്സിനും SC ST PWD എക്സ് സർവീസ്മെൻ തുടങ്ങിയ കാറ്റഗറീസിനും ഇവിടെ അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ 100 രൂപ അപ്ലിക്കേഷൻ ഫീ അടച്ചിട്ട് വേണം നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കേണ്ടത്. അടുത്തത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കാം. നിങ്ങൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുക കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലായിരിക്കും. ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് SSC അലോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ അതുപോലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നിവ നോക്കാം. നിങ്ങൾക്ക് മൊത്തം 3 ഘട്ടങ്ങളിലോട്ടായിരിക്കും ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുക. ആദ്യത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും MTS പോസ്റ്റിലോട്ട് ഉണ്ടായിരിക്കുന്നതല്ല. ഹവിൽദാർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരിക്കും. അത് ഒരു പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ കുറിച്ച് നോക്കാം. ഇവിടെ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് എന്നിങ്ങനെ 4 സബ്ജക്റ്റുകളിലായി ഓരോ സബ്ജക്റ്റിനും 25 ക്വസ്റ്റ്യൻസും 25 മാർക്സ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റുമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കും ഉണ്ട്. 0.25 മാർക്സാണ് ഓരോ റോങ് ആൻസറിനും ഇവിടെ നെഗറ്റീവ് മാർക്കായി വരുന്നത്. അടുത്തത് പേപ്പർ 2 എക്സാമിനേഷനായ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് ഷോർട്ട് എസ്സേ ആൻഡ് ലെറ്റർ റൈറ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജിലോ എഴുതാൻ കഴിയുന്നതാണ്. അവിടെ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 50 മാർക്സ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ടൈമായി വരുന്നത് 45 മിനിറ്റുമായിരിക്കും. ഇത് ഒരു പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ മിനിമം ക്വാളിഫൈയിങ് മാർക്ക് വാങ്ങി നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വളരെ ഈസിയായി പാസ്സാവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഈ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേപ്പർ 1 എക്സാമിനേഷൻ ആണ്. കാരണം പേപ്പർ 1 എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക. ഈ പേപ്പർ 1 എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ വരുന്ന ഓരോ ടോപ്പിക്കും അതിന് കീഴിലെ സബ് ടോപ്പിക്കും ഞാനിവിടെ എടുത്തു പറയുന്നില്ല, കാരണം അത് വീഡിയോ ലെങ്തി ആക്കും. അതുകൊണ്ട് ഈ ഡീറ്റെയിൽഡ് സിലബസ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനെ കുറിച്ച് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു MTS എക്സാമിനേഷന് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും വരുന്നില്ല. എന്നാൽ ഹവിൽദാർ പോസ്റ്റിന് നിങ്ങൾ തീർച്ചയായും ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും സ്റ്റാൻഡേർഡ് ടെസ്റ്റും പാസ്സാകേണ്ടതുണ്ട്. ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കാം. ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് വാക്കിംഗ് ആണ്. 1600 മീറ്റർ 15 മിനിറ്റിലാണ് നിങ്ങൾ വാക്ക് ചെയ്യേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1 കിലോമീറ്റർ വാക്കിംഗ്, അത് 20 മിനിറ്റിലാണ്. അതുപോലെ അടുത്തത് സൈക്ലിംഗ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് 8 കിലോമീറ്റർ 30 മിനിറ്റിലാണ് സൈക്ലിംഗ് ഉള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 3 കിലോമീറ്റർ 25 മിനിറ്റിലുമാണ് ഈ സൈക്ലിംഗ് വരുന്നത്. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നോക്കാം. ആദ്യം മെയിൽ കാൻഡിഡേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 157.5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ചെസ്റ്റ് 76 സെൻറ്റിമീറ്ററും മിനിമം എക്സ്പാൻഷനായി 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അടുത്തത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റിന് പ്രൊപ്പോർഷനായിട്ടുള്ള വെയിറ്റ് വേണം. ഇവിടെ വെയിറ്റ് പറയുന്നത് 48 കിലോഗ്രാമുമാണ്. അടുത്തത് വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ അവസാനത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. നിങ്ങൾ മുന്നേ കൊടുത്ത നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഈ SSC MTS ഹവിൽദാർ എക്സാമിനേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഈ വീഡിയോയെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക.
ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്